ഓക്കെ, സോ ഹോസ്പിറ്റൽ ഫാർമസി നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. ഏറ്റവും ആദ്യം നമുക്ക് ഹോസ്പിറ്റൽ ഫാർമസിയിലുള്ള ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ ഹോസ്പിറ്റൽസ് എന്നുള്ള ടോപ്പിക്കാണ്. പക്ഷെ ചോദ്യങ്ങൾ നമുക്ക് ഹോസ്പിറ്റൽ സൈൻസിനെ സംബന്ധിച്ചുമൊക്കെ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഇൻട്രൊഡക്ഷൻ മുതൽ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഓർഗനൈസേഷൻ ആണ് ഫോർ മെയിൻറ്റെയിനിങ് അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ ഓഫ് ഗുഡ് ഹെൽത്ത്, nursing, dietary, blood banking, patient counseling, skilled person, scheme of physicians, surgeons, അങ്ങനെ പേഷ്യന്റ് കെയർ വേണ്ടിയിട്ടുള്ള ഒരു ടീം തന്നെയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് പ്രൊവൈഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് വെയർ diagnosis, therapy, rehabilitation, training and social services provided. Okay, ഇനി ഹോസ്പിറ്റൽസ് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ their orientation, അവരുടെ പർപ്പസ്, സൈസ് ഒക്കെ അനുസരിച്ച്. ഇപ്പൊ സൈസ് ആണെങ്കിൽ ലാർജ് ആണെങ്കിൽ മോർ ദാൻ 1000 ബെഡ് ഉണ്ടാവും, മീഡിയം ആണെങ്കിൽ 500 to 1000 ഉണ്ടാവും, സ്മോൾ ആണെങ്കിൽ 100 to 500, വെരി സ്മോൾ ആണെങ്കിൽ ലെസ് ദാൻ 100 ബെഡ്സ് ഉണ്ടാവും. പിന്നെ മെഡിക്കൽ കോളേജസിനോട് അറ്റാച്ച് ചെയ്തിട്ടും ഹോസ്പിറ്റൽസ് കാണാനായിട്ട് സാധിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് പറഞ്ഞു നോക്കാം. First one is hospital pharmacy. Hospital pharmacy it is a department that provides pharmaceutical service to the outdoor and indoor patient. അകത്തുള്ള പേഷ്യൻസിനും പുറത്തുള്ള ആൾക്കാർക്കും സർവീസ് കൊടുക്കുന്നതാണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിപ്പാർട്ട്മെന്റ് ഈസ് ഹെഡഡ് ബൈ പ്രൊഫഷണലി കോമ്പീറ്റന്റ് അല്ലെങ്കിൽ ലീഗലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? What is hospital pharmacy? Pharmaceutical service indoor item means outpatientsum inpatientsum കൊടുക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയിലൂടെ ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന ആരാണ്? പ്രൊഫഷണലി കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കും അവിടെ പൊതുവെ ഉണ്ടാവുക. ഓക്കെ, ദെൻ പ്രൊഫഷണൽ കോമ്പീറ്റൻസി എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൊഫഷണൽ കോമ്പീറ്റൻസി ഒരു മത്സരം അല്ലെങ്കിൽ വാശിയോടെ ഉള്ളൊരു മത്സരം എന്ന രീതിയിലല്ല അതിന് ഉദ്ദേശിക്കുന്നത്. വ്യക്തമായ അറിവും കാഴ്ചപ്പാടും ആ ഡിപ്പാർട്ട്മെന്റ് മാനേജ് ചെയ്യാൻ പ്രാഗൽഭ്യമുള്ള ഒരാൾ ആ സർവീസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പേഷ്യന്റിന്റെ ഹെൽത്തിന് വേണ്ടി നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? പ്രൊഫഷണൽ കോമ്പീറ്റൻസി എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ഫാർമസി ആണ് നോക്കുന്നത്. ഹോസ്പിറ്റൽ ഫാർമസി, സോ പ്രൈം ഒബ്ജക്റ്റീവ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസി അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ സർവീസ് എന്ന് പറയുന്നത് സേഫ് ആൻഡ് ഇഫക്റ്റീവ് മെഡിസിൻസ് എല്ലാവർക്കും കൊടുക്കുക. പേഷ്യന്റ് ആയിക്കോട്ടെ, ഒ പിയിൽ വരുന്ന ആയിക്കോട്ടെ, ഐ പിയിൽ വരുന്ന ആൾക്കാരായിക്കോട്ടെ, അതേപോലെ സേഫ്, എഫിഷ്യന്റ് ആൻഡ് എക്കണോമിക്കൽ ആയിട്ട് ഡ്രഗ് കൊടുക്കുക. ഇതാണ് ഹോസ്പിറ്റൽ ഫാർമസിയുടെ മെയിൻ ഫംഗ്ഷൻ. Okay, so definition of it, hospital pharmacy can be defined as a department of the hospital where procurement, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ചിലപ്പോൾ ഓപ്ഷൻസിൽ 4 തരാം, ഒരെണ്ണം വേറെ ഏതെങ്കിലും ആയിരിക്കും. പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, compounding, dispensing, distribution is done under the control of legally qualified ആയിട്ടുള്ള ഫാർമസിസ്റ്റ് ആയിരിക്കും അത് ചെയ്യുന്നത്. So the objectives are designed to fulfill the legal aspect. അപ്പം ഒന്ന് പ്രൊഫഷണലി എന്താ പറയാ സർവീസ് കൊടുക്കുക, എത്തിക്സോട് കൂടി ഹോസ്പിറ്റൽ ഫാർമസി സർവീസുകൾ ചെയ്യുക, ദെൻ പോളിസിയും സ്റ്റാൻഡേർഡും മെയിൻറ്റെയിൻ ചെയ്യുക, PTC പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അതേപോലെ ഒരു കൗൺസിലിംഗ് സെന്റർ ഉണ്ടെങ്കിൽ ആ കൗൺസിലിംഗ് സെന്ററിലെ പേഷ്യന്റ്, നഴ്സും സ്റ്റാഫും ഒക്കെ അവരുടെ ആ ഒരു കൗൺസിലിംഗ് സെന്റർ ആയിരിക്കണം അവിടെ നടക്കേണ്ടത്. ടു ഇംപ്രൂവ് ആൻഡ് സ്ട്രെങ്തൻ the scientific, technical and management skills and good manufacturing practice, good laboratory practice ഒക്കെ അവിടെ മെയിൻറ്റെയിൻഡ് ആവണം. Then medicines apply ചെയ്യാൻ പറ്റണം, എല്ലാം കോർഡിനേറ്റ് ചെയ്യാനും കോപ്പറേഷനോടെ മുമ്പോട്ട് പോകാനും പറ്റണം. സ്കിൽഡ് ആൻഡ് ട്രെയിൻഡ് ഹോസ്പിറ്റൽ സ്റ്റാഫ്, ഫാർമസിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കണം. ഇനി ഫങ്ഷൻസ് നോക്കാം. എന്തൊക്കെയാ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫങ്ഷൻസ്? ഫാർമസി ആക്ടിവിറ്റി, മരുന്ന് പ്രൊക്വയർ ചെയ്യുക, കോമ്പൗണ്ട് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, മിനി ഫാർമസി, സാറ്റലൈറ്റ് ഫാർമസി, യൂണിറ്റ് ഡോസിലൊക്കെ. ദെൻ നാർക്കോട്ടിക് അല്ലെങ്കിൽ സൈക്കോട്രോപിക്കിന്റെ സ്റ്റോറിങ്ങും അതിന്റെ റെക്കോർഡ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതാണ് ഫാർമസി ആക്ടിവിറ്റി. ദെൻ സപ്പോർട്ടീവ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താ?
to purchase store അതുപോലെ ancillary items articles അതെല്ലാം എന്ത് ചെയ്യുക purchase ചെയ്യുക store ചെയ്യുക. then hospital pharmacy, it will counsel patients on prescribed drug, especially to outdoor patients. Then it maintain detailed account of purchase, receipt, supply and medicine and furnish them to account department. Educational activities എന്ന് പറഞ്ഞാൽ കൂടെയുള്ള സ്റ്റാഫ് ഡോക്ടേഴ്സ് അവരെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുക, പുതിയ ഡ്രഗ്സ് വരുമ്പോൾ ടെക്നോളജി വരുമ്പോൾ പ്രോഡക്റ്റ് വരുമ്പോൾ അവരെയൊക്കെ അറിയിക്കുക. അതേപോലെ ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്യുക, ഡ്രഗ് ഇൻഫോർമേഷൻ സെന്റർ മെയിൻറ്റെയിൻ ചെയ്യുക, സെമിനാർസ് കണ്ടക്ട് ചെയ്യുക, വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുക, കൂടെയുള്ള ഫെല്ലോ ഫാർമസിസ്റ്റിന് ട്രെയിനിങ് കൊടുക്കുക. ഇങ്ങനത്തെ നമുക്ക് അറിയാവുന്ന നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആക്ടിവിറ്റീസ്. ലൊക്കേഷൻ ആൻഡ് ലേ ഔട്ട് എവിടെ വേണം എന്നാ പറയുന്നത്. സോ പേഷ്യൻസിന് അത് ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യന്റ് ആയിക്കോട്ടെ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം എന്ത് ചെയ്യാൻ ഹോസ്പിറ്റൽ ഫാർമസി വെക്കാനായിട്ട്. ഓക്കെ, സോ ഡെയിലി ബേസിസിൽ പേഷ്യൻസ് വരുന്നതല്ലേ ഫാർമസിയിലേക്ക്. സോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ ഫാർമസി വെക്കേണ്ടത്. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, ഫസ്റ്റ് ഫ്ലോറിലായിരിക്കണം, adjacent to the outpatient department and this facility efficiency കൂട്ടും. ഓക്കെ, അപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ അവിടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന് അടുത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഫാർമസി സെറ്റപ്പ് ചെയ്യാൻ. ഔട്ട് പേഷ്യന്റ് മസ്റ്റ് ലുക്ക് ഡീസെന്റ് വിത്ത് ഇനഫ് സ്പേസ് ഫോർ വെയിറ്റിംഗ് പേഷ്യൻസ്. അപ്പം ഇങ്ങനെ ഒരു ഫാർമസി എന്താ പറയുക താഴത്തെ നിലയിൽ സെറ്റപ്പ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. സെറ്റപ്പ് ചെയ്യുമ്പോൾ അവിടെ പ്രോപ്പർ വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരിക്കണം, സീറ്റിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം, നോട്ടീസ് ബോർഡ് ഉണ്ടായിരിക്കണം. ആ നോട്ടീസ് ബോർഡിൽ നമുക്ക് അറിയേണ്ട ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഫാമിലി പ്ലാനിങ്, ഹൈജീൻ അത്തരം കാര്യങ്ങളെല്ലാം എന്ത് വേണം അവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ വൈൽ ഡിസൈനിങ് ദ ഫാർമസി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കുക. ഇറ്റ് മസ്റ്റ് ബി ലൊക്കേറ്റഡ് ഇൻ സച്ച് എ പ്ലേസ് ദാറ്റ് ഇറ്റ് ഈസ് ഈസിലി accessible to the outpatient department. Dispensing will become feasible and economical, convenient and central delivery dependent. അപ്പം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഔട്ട് പേഷ്യൻസിന് ഈസിലി ആക്സസിബിൾ ആയിരിക്കണം, ഹോസ്പിറ്റൽ സ്റ്റാഫിന് ആക്സസിബിൾ ആയിരിക്കണം, ഡിപ്പാർട്ട്മെന്റിലും നമ്മുടെ സ്റ്റോറിൽ നിന്നും ഒക്കെ മരുന്ന് വരാനും ഈസി ആയിരിക്കണം. ആൻഡ് അതിന്റെ സൈസ് എന്ന് പറയുന്നത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ആ ഹോസ്പിറ്റൽ ഫാർമസിക്ക് ചെയ്യാനുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ സൈസ്. ഓക്കെ, ദെൻ കണ്ടെയ്നേഴ്സും എക്യുപ്മെന്റ്സും വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം, ബൾക്ക് ആയിട്ടുള്ള മെഡിസിൻസ് സ്റ്റോർ ചെയ്യാൻ സ്പേസ് വേണം, നാർക്കോട്ടിക് സൈക്കോട്രോപിക് മെഡിസിൻസ് സ്റ്റോർ ചെയ്യാൻ സെപ്പറേറ്റ് സ്പേസ് വേണം, adequate seating facility and fire control. Okay, so ഒരു typical hospital ഫാർമസിയിൽ സ്റ്റെറിലൈസർ ഉണ്ടായിരിക്കണം, വാട്ടർ സിസ്റ്റം, കണ്ടെയ്നർ ഏരിയ, ഗ്ലാസ് പാർട്ടീഷൻ, ആക്റ്റീവ് ആയിട്ട് മെഡിക്കാമെന്റ്, വർക്കിംഗ് സ്റ്റേഷൻ, റാക്ക്, ദെൻ സീറ്റിംഗ്സ്, ഫയലിംഗ് റാക്ക്, ഗ്ലാസ് വിൻഡോ, ഇതെല്ലാം എവിടെ ഉണ്ടായിരിക്കണം നമ്മളുടെ ഒരു ഫാർമസിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ റിക്വയർമെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസി. അപ്പം ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം ഷെഡ്യൂൾ എമ്മും ഷെഡ്യൂൾ എന്നും വെച്ചിട്ടാണ് നമ്മൾ ഫാർമസി മുമ്പോട്ട് പോകേണ്ടത്. ഷെഡ്യൂൾ എൻ എന്താ? നമ്പർ ഓഫ് എക്യുപ്മെന്റ് റിക്വയർഡ് ടു ബി. പറ, ഒരു ഫാർമസിയിൽ വേണ്ടത് നമ്പർ ഓഫ് എക്യുപ്മെന്റ്സിന്റെ കാര്യമല്ലേ ഷെഡ്യൂൾ എന്നിനകത്ത് പറയുന്നത്. എം എന്താ? മാനുഫാക്ചറിങ് പ്രാക്ടീസ് ആണ് എമ്മിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. സോ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഫ്ലോർ സ്പേസ് റിക്വയർമെന്റ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ 50 ബെഡുള്ള ഹോസ്പിറ്റലിലും 100 ബെഡുള്ള ഹോസ്പിറ്റലിലും 200 ബെഡുള്ള ഹോസ്പിറ്റലിലും ഡിഫറെന്റ് ആയിരിക്കും സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള ബെഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ 50 ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ എടുക്കുകയാണ് എങ്കിൽ അവിടെ കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, പേരന്റൽ പ്രിപ്പറേഷൻ, സ്റ്റോർ റൂം, മാനുഫാക്ചറിങ് ഏരിയ, ഓഫീസ് ആൻഡ് ലൈബ്രറി, സർക്കുലേഷൻ, ഇതിനെല്ലാം സെപ്പറേറ്റ് സ്ക്വയർ ഏരിയ ആയിരിക്കും. എല്ലാത്തിനും ഒരുപോലെ ആയിരിക്കണം നിർബന്ധമില്ല. എക്യുപ്മെന്റ് റിക്വയർമെന്റ്, അപ്പം ഫ്ലോർ സ്പേസ് പോലെ തന്നെ ഷെഡ്യൂൾ എം ഓഫ് ദ DNC ആക്ട് പ്രകാരം നമുക്ക് ഒരുപാട് തരത്തിലുള്ള മെഷീൻസ് അവിടെ ഉണ്ടായിരിക്കും അല്ലെ, മാനുഫാക്ചറിങ് ഉണ്ടായിരിക്കാം. അപ്പം ഇത്തരം മിനിമം റിക്വയർമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഗൈഡ് ലൈൻ ആയിട്ടാണ് നെക്സ്റ്റ്
While selecting equipment for a hospital, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? How to provide good service with the minimum cost. Okay, ഒരു മിനിമം കോസ്റ്റ് ഒരു നല്ല സർവീസ് കൊടുക്കാൻ എന്തൊക്കെ വേണം? Then how the service could be provided efficiently. എങ്ങനെ ആ സർവീസ് എഫിഷ്യന്റ് ആയിട്ട് കൊടുക്കണം? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ആദ്യം ഉറപ്പിക്കേണ്ടത്. ഒന്ന് ലോ കോസ്റ്റിൽ എങ്ങനെ നമുക്ക് നല്ല സർവീസ് കൊടുക്കാം. So, good service, low cost എങ്ങനെ കൊടുക്കാം, and how the service could be provide efficiently എങ്ങനെ സർവീസ് കൊടുക്കാമെന്ന് നമ്മൾ നോക്കാം. Then hospital pharmacy രണ്ടായിട്ട് നമ്മുടെ എക്യുപ്മെന്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫിക്സ്ഡ് എക്യുപ്മെന്റ്, രണ്ട് മൂവബിൾ എക്യുപ്മെന്റ്. ഫിക്സ്ഡ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബിൽഡിംഗ് ഉണ്ടാക്കിയ സമയം എന്തൊക്കെ അവിടെ വെച്ചിട്ടുണ്ടോ അതാണ് ഫിക്സ്ഡ് എക്യുപ്മെന്റ്. ഇപ്പം ടേബിൾ, ഡെസ്ക്, ചെയർ, കൗണ്ടർ, സിങ്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഫിക്സ്ഡ്. മൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്ന ഡെസ്കുകള്, ബാലൻസ്, കാർട്ടൻസ്, മിക്സ്ചേഴ്സ്, ഇതിനെയൊക്കെ അത് പെർമനന്റ് ആയിട്ടുള്ള സ്ഥലത്തല്ല, നമുക്ക് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധിക്കും. ഫിക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഷെൽഫ്, റാക്ക്, ക്യാബിനറ്റ് ഇവരൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റാനായിട്ട് പറ്റുമോ? ഇല്ല. അത്തരം സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫിക്സ്ഡ് എന്ന് വിളിക്കുന്നത്. ഇനി പേഴ്സണൽ റിക്വയർമെന്റ്സ് ഉണ്ട്. അതായത് the number of activities and processes are carried out in the hospital pharmacy. The activities എന്ന് പറയുന്നത് ടെസ്റ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, അഡ്മിനിസ്ട്രേഷൻ, പ്രൊക്വയർമെന്റ് ഓഫ് മെറ്റീരിയൽസ്. അപ്പം എംഫാമും ബിഫാമും ഡിഫാമും മൈക്രോബയോളജി എല്ലാം കഴിഞ്ഞ ആൾക്കാരാണ് പ്രധാനമായിട്ടും ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. എത്ര ഫാർമസിസ്റ്റ് വേണം? ഇത് ചോദിക്കുന്ന ചോദ്യമാണ്, മിക്കവാറും ചോദിച്ചിട്ടുമുണ്ട്. ബെഡ് സൈസിന് അനുസരിച്ചിരിക്കും. അപ്പൊ ഔട്ട് പേഷ്യന്റ് മാത്രമുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എത്ര ഫാർമസിസ്റ്റ് മതി? ഒന്ന്. ഔട്ട് പേഷ്യന്റ് മാത്രമാണെങ്കിൽ ഒരു ഫാർമസിസ്റ്റ് മതി. 1 to 50 ബെഡ് ഉണ്ടെങ്കിൽ 3 ഫാർമസിസ്റ്റ് വേണം. 50 മുതൽ 100 അല്ലെങ്കിൽ 51 മുതൽ 100 വരെ ആണെങ്കിൽ 5 ഫാർമസിസ്റ്റ് വേണം. 101 മുതൽ 200 ആണെങ്കിൽ 8 ഫാർമസിസ്റ്റ് വേണം. 201 മുതൽ 300 ആണെങ്കിൽ 10 ഫാർമസിസ്റ്റ് വേണം. 301 മുതൽ 500 വരെ 15 ഫാർമസിസ്റ്റ് വേണം. ആൻഡ് എബവ് 501 ഓരോ 15 പേഷ്യൻസ് +1 ഫോർ എവറി 100. അപ്പൊ ഓരോ ഇപ്പൊ നമ്മൾ പറയാം 300 മുതൽ 5 പേര് വരെ 15, 500 മുകളിലാണെങ്കിൽ 15 മതി. ഓരോ 100 പേർക്കും ഒരാൾ എന്ന രീതിയിൽ അധികം എഴുതണം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഔട്ട് പേഷ്യന്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ 1. ഓക്കെ, 50 വരെ ബെഡ് ഉള്ളതാണെങ്കിൽ 3. 50 മുതൽ 100 വരെ ആണെങ്കിലോ 5. ഇത് ഇമ്പോർട്ടന്റ് ആ, എടുത്തെടുത്ത് പഠിച്ചോ. 50 മുതൽ 100 വരെ ആണെങ്കിൽ 5, 100 മുതൽ 200 വരെ ആണെങ്കിൽ 8, 200 മുതൽ 300 വരെ ആണെങ്കിൽ 10, 300 മുതൽ 500 വരെ ആണെങ്കിൽ 15, 15ന് മുകളിലേക്ക് നമ്മൾ ഓരോ 100 പേർക്കും ഒരാളെന്ന രീതിയിൽ നമ്മൾ കൂട്ടണം. ഇനി പർച്ചേസ്, ഫാർമസി അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോർ, അവിടുന്ന് ഡിസ്പെൻസറി, ഔട്ട് പേഷ്യന്റ്, അവ മെഡിസിൻസ് ഇങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ ത്രൂ ഔട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സോ ഒരു ഹോസ്പിറ്റൽ ഫാർമസിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. അപ്പൊ ലീഗലി ക്വാളിഫൈഡ് ആയിരിക്കണം, രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയിരിക്കണം, ഒരു പ്രൊഫഷണലി കോമ്പീറ്റന്റ് പേഴ്സൺ ആയിരിക്കണം, ആൻഡ് ദ ചീഫ് ഓഫ് ദ ഫാർമസ്യൂട്ടിക്കൽ സർവീസ്. അപ്പം ഹോസ്പിറ്റലിനകത്ത് ഗ്രാജുവേറ്റ് ഉണ്ടായിരിക്കണം വിത്ത് ആഡിക്വേറ്റ് എക്സ്പീരിയൻസ്, എംഫാം ഇൻ ഫാർമസ്യൂട്ടിക്കൽ സയൻസ് അല്ലെങ്കിൽ PhD ഉള്ള ആൾക്കാരെ ആയിരിക്കും നമ്മൾ ചീഫ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസിനകത്ത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എബിലിറ്റീസ് ഓഫ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന് വേണ്ടുന്ന എബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒന്ന്, എന്തൊക്കെ പുരോഗമനങ്ങൾ ആ ഒരു ഫീൽഡിൽ ഉണ്ടോ ഹോസ്പിറ്റൽ ഫാർമസിയിൽ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യുക. ഇൻപോഷനും ഔട്ട് പേഷ്യന്റിനും സർവീസ് കൊടുക്കുക. ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ് എല്ലാ ദിവസവും പുതിയ ഇന്നോവേഷൻസും കൺസെപ്റ്റും ടെക്നിക്കുകളും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് ടെക്നോളജി, റിസർച്ച്, മെത്തേഡ്, സ്കിൽസ് അത്തരം കാര്യങ്ങളൊക്കെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആൻഡ് ടെക്നിക്കൽ എബിലിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി, അക്കാഡമിക് എബിലിറ്റി, ഇത്രയുമാണ് ഒരു
ഹോസ്പിറ്റൽ ഫാർമസിയുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് കൂടുന്നത്. മാനുഫാക്ചറിങ് നോളേജ് എന്താ? ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന മരുന്നിനെ പറ്റി അറിയാനുള്ള ഒരു മിനിമം ആഡിക്വേറ്റ് നോളജ് വേണം. അതേപോലെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ മാനുഫാക്ചറിങ് ഓഫ് ഡിഫറെന്റ് ഡോസേജ് ഫോം. ദെൻ അതേപോലെ aware about the source of the drug and അതിന്റെ കോസ്റ്റ്. നെക്സ്റ്റ് knowledge about the quality control. അപ്പൊ ക്വാളിറ്റി കൺട്രോൾ എന്താ? റോ മെറ്റീരിയൽസിന്റെ ടെസ്റ്റിംഗ് നടത്തുക, അവരുടെ ഫിനിഷ് കെമിക്കൽ, ഫിസിക്കൽ ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് HPLC, HPPLC അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിന്റെ എല്ലാ കാര്യങ്ങളെ പറ്റി നമുക്ക് അറിയണം. ഓക്കെ, സോ അപ്പം ഒരു ക്വാളിറ്റി കൺട്രോൾ ബേസിക് ആയിട്ട് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റി അറിയാം, റിസർച്ച് സ്റ്റഡീനെ പറ്റി അറിയാം, അഡ്മിനിസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിലോ സർജറി, നഴ്സിംഗ് അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിലെല്ലാം നമ്മുടെ ഫാർമസിസ്റ്റിന് റോൾ ഉണ്ട്. അക്കാഡമിക് ആണെങ്കിൽ ടീച്ചിങ് ക്വാളിറ്റി, പാർട്ടിസിപ്പേഷൻ, കണ്ടക്ഷൻ ഓഫ് ട്രെയിനിങ് ആക്ടിവിറ്റി, റിട്രീവൽ ഓഫ് ഇൻഫർമേഷൻ. ഇത്രയുമാണ് ഇൻട്രോഡക്ടറി പോർഷൻ. ഇനിയാണ് ചോദ്യങ്ങൾ ഒരുപാട് വരുന്നതും സംശയങ്ങൾ ഉള്ളതുമായിട്ടുള്ള ഒരു പോർഷൻ വരുന്നത് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, സോ പ്രധാനമായിട്ട് പേഷ്യന്റ് കെയറിന്റെ ഒരു കോർ എന്നൊക്കെ നമുക്ക് വിളിക്കാം. കോർ ഓഫ് പേഷ്യന്റ് കെയർ ആണ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ the aspect of drug distribution in a hospital is distributed to the outpatient and inpatient. അപ്പൊ ഒരു ഹോസ്പിറ്റൽ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ രണ്ടാൾക്കാർക്കും പോകും. ഇൻപേഷ്യന്റിലേക്കും ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ പോകും, ഔട്ട് പേഷ്യന്റിലേക്കും ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ പോകും. അപ്പം the procure of drug dispensing are categorized into two groups. ഒന്ന് ആംബുലേറ്ററി പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഔട്ട് പേഷ്യൻസ്. ഞാൻ കഴിഞ്ഞ ദിവസം MCQൽ കണ്ട ചോദ്യമാണ്. The patients who can come to the hospital without seeking help of the hospital staff, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ ഒന്നും ഒരു തരത്തിലുള്ള സഹായവും എടുക്കാതെ ഹോസ്പിറ്റലിലേക്ക് വരികയും പോവുകയും ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്താണ് വിളിക്കുക? ആംബുലേറ്ററി പേഷ്യൻസ്, ഇൻപേഷ്യൻസ്, ICU പേഷ്യൻസ്, none of the above. എന്താ ഉത്തരം? The answer is ambulatory patients എന്ന് തന്നെയാണ്. ഈ ഔട്ട് പേഷ്യൻസ് എന്ന് പറയുന്നത് ആംബുലേറ്ററി പേഷ്യൻസ് തന്നെയാണ്. പിന്നെ ഉള്ളത് ഇൻ പേഷ്യൻസ്. ഓക്കെ, ഇനി ആംബുലേറ്ററി പേഷ്യന്റ് സർവീസ് എടുത്താൽ ആംബുലേറ്ററി പേഷ്യൻസ് എന്താണ്? ദീസ് ആർ ഔട്ട് പേഷ്യൻസ്. ഓക്കെ, സോ അപ്പം ഔട്ട് പേഷ്യൻസിന്റെ പ്രത്യേകത എന്താ? ദേ ആർ നോട്ട് ഓക്യുപ്പൈങ് എനി ബെഡ്. ഒരു തരത്തിലും അവരാ ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുന്നില്ല. ദേ ആർ not occupying any bed in the hospital അല്ലെങ്കിൽ ക്ലിനിക്. പക്ഷെ കൺസൾട്ടേഷന് ശേഷം അവരുടെ ഡയഗ്നോസിസ് അറിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റ് ആകാതെ പുറത്ത് പോകുന്ന ആൾക്കാരെയാണ് ആംബുലേറ്ററി പേഷ്യന്റ് എന്ന് വിളിക്കുക. അപ്പൊ അവർക്ക് മൂന്ന് തരത്തിലുള്ള കെയർ നമുക്ക് കൊടുക്കാം. പ്രൈമറി കെയർ, റെഫറൽ അല്ലെങ്കിൽ ടേഴ്സറി കെയർ, എമർജൻസി കെയർ. പ്രൈമറി, ടേഴ്സറി, എമർജൻസി. പ്രൈമറി കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മെജോറിറ്റി ഓഫ് ദി കേസസ് ഒരാൾ അയാളുടെ എന്താ പറയുക ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി വരുന്നു. ഓക്കെ, അതായത് ഹെൽത്ത് ഓക്കെ ആണോ, എന്തെങ്കിലും കൂടിയിട്ടുണ്ടോ, കുറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ പ്രൈമറി ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈമറി കെയർ എന്ന് വിളിക്കുന്നത്. പ്രൈമറി കെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത് ചെക്കപ്പിനൊക്കെ വേണ്ടി വരില്ല. ഇപ്പൊ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെ കുറെ നാളായി ബ്ലഡ് ചെക്ക് ചെയ്തിട്ടൊക്കെ നമ്മള് ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തും അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കേണ്ടത്? പ്രൈമറി കെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹെൽത്ത് മെയിൻ്റനൻസ് എന്നാണ് അതിന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ടേഴ്സറി കെയർ അല്ലെങ്കിൽ റെഫറൽ കെയർ. അപ്പൊ ഇത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. പ്രൈമറി കെയറിന് അപ്പുറം അത് മാത്രമല്ല, ഇപ്പൊ ഒരാൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നു, അവിടെ അതിനുള്ള ഒരു എന്താ പറയാ ട്രീറ്റ്മെന്റ് ഇല്ല. അപ്പൊ കുറച്ചും കൂടി ഒരു ബെറ്റർ കെയർ കിട്ടാനായിട്ട് അയാൾ ശ്രമിക്കുന്നു. അതിന് പറയുന്ന പേരാണ് റെഫറൽ അല്ലെങ്കിൽ ടേഴ്സറി കെയർ. നെക്സ്റ്റ് ഈസ് എമർജൻസി കെയർ. അവിടെ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്ന സമയം ഒരു കെയർ കിട്ടാനായിട്ട് പേഷ്യന്റിനെ കൊണ്ടുവരുന്നതാണ് എമർജൻസി കെയർ എന്ന് പറയുന്നത്. Then the reason behind the growth of outpatient service are summarized. അപ്പം എന്തൊക്കെ കാരണങ്ങളാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഔട്ട് പേഷ്യന്റ് സർവീസിന് വളർച്ചയ്ക്ക് വേണ്ടി വേണ്ടുന്നത്? ഓക്കെ, ഒന്ന്
ചില സ്ഥലങ്ങളിൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് കുറവായിരിക്കും. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ എന്താ ഒരു ഔട്ട് പേഷ്യന്റ് സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ നമുക്ക് നല്ല ഒരു സർവീസ്, ഔട്ട് പേഷ്യന്റ് സർവീസിനകത്ത് ആൾക്കാർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവർ അവിടെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് കുറവായതുകൊണ്ടാണ്. ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി ആവശ്യമായതുകൊണ്ട് ആൻഡ് ദേ നീഡ് ടു give a control over patients receiving drug after investigation. Then teaching programs ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം, ഇങ്ങനത്തെ ഒരു ഔട്ട് പേഷ്യന്റ് സർവീസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. ഇനി ഔട്ട് പേഷ്യന്റ് നമുക്ക് 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് എമർജൻസി ഔട്ട് പേഷ്യന്റ്, അപ്പൊ 24 മണിക്കൂറും അവിടെ സർവീസ് ഉണ്ടാവും, ഇമ്മീഡിയറ്റ് കെയർ ആയിരിക്കും. റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലോ ക്ലിനിക്കിലോ എത്തുന്നു, അവിടെ അതിനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല എങ്കിൽ അവർ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് വിടുന്നു. ഓക്കെ, സോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു എക്സ്ട്രാ മെഡിക്കൽ കെയറിനെ വിടുന്നതാണ് റെഫേർഡ് ഔട്ട് പേഷ്യന്റ്. അടുത്ത സ്പെഷ്യൽ ഔട്ട് പേഷ്യന്റ്. സ്പെഷ്യൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ജനറൽ ചെക്കപ്പ് ഈ പേഷ്യൻസ് ദേ ആർ ആസ്ക്ഡ് ടു ഗോ ഫോർ ക്ലിനിക്കൽ, പാത്തോളജിക്കൽ അല്ലെങ്കിൽ സ്പെഷ്യൽ എക്സാമിനേഷൻസ്. അവർക്കൊരു ആക്യുറേറ്റ് ഡയഗ്നോസിന്റെ ആവശ്യമുണ്ട്. അത്തരം ആൾക്കാരെ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ നമ്മൾ അവരെ അനലൈസ് ചെയ്യുള്ളൂ. അതാണ് സ്പെഷ്യൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. ഇനി ജനറൽ ഔട്ട് പേഷ്യൻസ് എന്താ, ചുമ്മാ വരുന്നു, ചെക്കപ്പ് നടത്തുന്നു, അല്ലെങ്കിൽ OP ബേസ്ഡ് വരുന്നു, മൈനർ സർജറീസ് നടത്തുന്നു, അവർ പോകുന്നു, അത് ജനറൽ. ഓക്കെ, സോ എമർജൻസി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ കൊണ്ട് ആക്സിഡന്റ് എക്സാമ്പിൾ. റെഫേർഡ് പേഷ്യന്റ് ഒരു ക്ലിനിക്കിൽ എത്തുന്നു, അവിടെ പോരാൻ വേറൊരിടത്തേക്ക് പോകുന്നു. സ്പെഷ്യൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അയാൾ വരുന്നു, എന്തൊക്കെയോ ലക്ഷണങ്ങളായിട്ട് ലാബ് ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ അയാൾക്ക് വേണ്ട ടെസ്റ്റ് റിപ്പോർട്ടും മെഡിസിൻസും കൊടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഈസ് ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ദീസ് പേഷ്യൻസ് കം ഓഫ് ഫോർ ചെക്കപ്പ്, എന്നിട്ട് അവർക്ക് വേണ്ടുന്ന മെഡിസിൻസ് കൊടുക്കുന്നു, മൈനർ സർജറീസും സൂപ്പർഫിഷ്യൽ ഡ്രസ്സിംഗ്സും നടത്തിയിട്ടും തിരിച്ചു പോകുന്നു. നെക്സ്റ്റ് ഈസ് ലൊക്കേഷൻ ഓഫ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസറി. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രത്യേകിച്ച് ഒന്നും റൂൾ ഇല്ല ലൊക്കേഷന് വേണ്ടിയിട്ട്, പക്ഷെ നമ്മൾ എപ്പോഴും മെയിൻ എൻട്രൻസിന്റെ അടുത്തായിട്ടായിരിക്കും, അതായത് OP യൂണിറ്റിന്റെ അടുത്തായിട്ടായിരിക്കും നമ്മൾ എന്ത് വെക്കുന്നത്, അവിടെ ആയിരിക്കും ഡിസ്പെൻസറി കീപ്പ് ചെയ്യുക. 3 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് OP-കാർക്ക് വേണ്ടിയിട്ട് ഒരു ഫാർമസി സെറ്റപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇൻപേഷ്യന്റിനും ഔട്ട് പേഷ്യന്റിനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സർവീസ് പ്രൊവൈഡ് ചെയ്യാം ഒരേ വിൻഡോയിലൂടെ. 2 ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റിനെയും ഒരേ സ്ഥലത്തായിരിക്കും, 2 വിൻഡോ ആയിരിക്കും. ഓക്കെ, ഒന്ന് സെപ്പറേറ്റ്, ഒന്ന് ഒരേ സ്ഥലം ഒരേ വിൻഡോ, ഒരേ സ്ഥലം 2 വിൻഡോ, അങ്ങനെ 3 രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇനി ലേ ഔട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ പഠിപ്പിച്ച് നമ്മൾ ഇങ്ങനെ ഓടിച്ചു പോണത്. ലേ ഔട്ട് എന്താണ്, ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളാണ് ആ ഹോസ്പിറ്റലിന്റെ ഇമേജ് എന്താണെന്ന് പുറത്തു പോയിട്ട് പറയാൻ പോകുന്നത്. അപ്പം അയാൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് കുറച്ച് അടിപൊളി ഫെസിലിറ്റീസ് ആയിരിക്കണം. ഒന്ന്, നല്ലൊരു വെയിറ്റിംഗ് ഏരിയ കൊടുക്കുക, ആവശ്യത്തിന് സീറ്റിംഗ് ഫെസിലിറ്റിയും കൊടുക്കുക, സർവീസ് വിൻഡോസ് കൊടുക്കുക, സെപ്പറേറ്റ് ഫെസിലിറ്റി ഫോർ വുമൺ കൊടുക്കുക, ദെൻ നല്ല ലൈറ്റിങ്ങും വെന്റിലേഷനും ഒക്കെ ഉള്ള ഒരു ഏരിയ വേണം കൊടുക്കാനായിട്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഡിസ്പെൻസിങ് ആക്ടിവിറ്റീസിന്റെ കൂടെ നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെയുള്ള ഒരു സ്പേസ് വേണം. ഓക്കെ, ദെൻ റൂട്ടീൻ ഡിസ്പെൻസിങ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് അയാളുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവരുന്നു, ആ പ്രിസ്ക്രിപ്ഷനിൽ ഫിസിഷ്യൻ എഴുതുന്നു, അയാൾ ഫാർമസിയിൽ പോകുന്നു, മരുന്ന് വാങ്ങുന്നു. ഇതാണ് റുട്ടീൻ പ്രൊസീജിയർ അല്ലെ. അപ്പം ഫാർമസിസ്റ്റ് എന്ത് വേണം, പ്രിസ്ക്രിപ്ഷൻ എൻഷുവർ ചെയ്യണം. ഇൻ കേസ് ഓഫ് എ വെയിറ്റിംഗ് പേഷ്യന്റ് ന്യൂമറിക്കലി ഐഡന്റിഫൈ ചെയ്യുക, റൈറ്റ് പേഷ്യന്റിന് റൈറ്റ് മെഡിസിൻ കിട്ടുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുക. ദെൻ ഓരോ മെഡിസിന്റെ അകത്തും കൃത്യമായിട്ട് ലേബൽ ചെയ്യുക, ആ കണ്ടെയ്നറിന്റെ മുകളിൽ എങ്ങനെയാണ് അത് കഴിക്കേണ്ടതെന്നും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യണം. ദെൻ ഫാർമസിസ്റ്റിന് ആ മരുന്ന് കൊടുക്കുമ്പോൾ വേണ്ട നിർദ്ദേശങ്ങളും കൊടുക്കാൻ സാധിക്കണം. ദെൻ ഫൈനലി ആ എല്ലാ റെക്കോർഡുകളും, നാർക്കോട്ടിക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റെക്കോർഡിക്കലി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഫാർമസിസ്റ്റിന് സാധിക്കണം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ഏരിയ ഇൻ പേഷ്യന്റ് സർവീസ്. അതിനകത്താണ് ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡറൊക്കെ വരുന്നത്. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്ന്, ഇൻ പേഷ്യന്റ്. അപ്പൊ ഔട്ട് പേഷ്യന്റ് കഴിഞ്ഞു. ഇൻ പേഷ്യന്റ് നമ്മുടെ അഡ്മിറ്റ് ആയിട്ടുള്ള ആൾക്കാർ, ദോസ് ഹു ആർ ഹോസ്പിറ്റലൈസ്ഡ്, അവരുടെ ട്രീറ്റ്മെന്റ്, അവരുടെ ക്യൂർ ഓഫ് ഡിസീസ്, സർജറി, റീഹാബിറ്റേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഇൻ പേഷ്യന്റിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 2-3 രീതിയിൽ ഇവർക്ക് മരുന്നുകൾ കൊടുക്കാം, ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ കൊടുക്കാം. ടു ദ പേഷ്യന്റ്
ഒന്ന് ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ, അതായത് ഒരു പേഷ്യന്റ് ഒരു പ്രിസ്ക്രിപ്ഷൻ തരുന്നു, അത് ഫില്ല് ചെയ്ത് മരുന്ന് കൊടുക്കുന്നു. കംപ്ലീറ്റ് ഫ്ലോർ സ്റ്റോക്ക്. കംപ്ലീറ്റ് ഫ്ലോർ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫാർമസിയും നഴ്സിംഗ് സ്റ്റേഷനും രണ്ടുപേരും ഇൻവോൾവ് ആണ്. ഫാർമസിയും അതേപോലെ നഴ്സിംഗ് സ്റ്റേഷനും രണ്ടുപേരും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഓക്കെ. രണ്ടാമത് കോമ്പിനേഷൻ ഓഫ് 1 and 2, അതായത് ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡറിന്റെയും കംപ്ലീറ്റ് ഫ്ലോർ സ്റ്റോക്കിന്റെയും ഒരു കോമ്പിനേഷൻ. ദെൻ യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ്. ഓരോന്ന് നോക്കാം. ഏറ്റവും ആദ്യം ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ. ഇത് ചെറിയ ഹോസ്പിറ്റൽസിന് മാത്രമേ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. 2 to 5 അല്ലെങ്കിൽ അത്രയും കുറച്ച് ബെഡ് ഉള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ക്ലിനിക്കുകൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. ഓക്കെ. അപ്പം ഇവിടെ മെഡിസിൻസ്, അപ്പൊ OP ബേസ് ഉള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒരു ഫാർമസിസ്റ്റ്, 2 മുതൽ അല്ലെങ്കിൽ 3 മുതൽ ഒരു 50 ബെഡ് വരെ ഉണ്ടെങ്കിൽ അവിടെ എത്ര ഫാർമസിസ്റ്റേ ഉള്ളൂ? 3 ഫാർമസിസ്റ്റേ പരമാവധി ഉള്ളൂ. മനസ്സിലാണല്ലോ, എത്ര ഫാർമസിസ്റ്റ് പരമാവധി ഉണ്ടാ? 3 ഫാർമസിസ്റ്റ്, 1 മുതൽ 50 ബെഡ് വരെ ഉള്ളിടത്ത്. ഇനി അത്തരം സ്ഥലങ്ങളിൽ the medicines are dispensed either by the pharmacist അല്ലെങ്കിൽ ഫാർമസിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം ഒരു സെയിൽസ് ആയിരിക്കും മരുന്നെടുത്ത് കൊടുക്കുന്നത്. അവരെന്താ ചെയ്യുന്നത്? അവർക്ക് കിട്ടുന്ന ഇൻഡിവിജ്വൽ പേഷ്യന്റ് നെയിം ഉള്ള ആ ഒരു പ്രിസ്ക്രിപ്ഷനിൽ നിന്ന് റീഡ് ചെയ്യുന്നു, മരുന്നെടുക്കുന്നു, കൊടുക്കുന്നു. ഇതാണ് ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം. ഫാർമസിസ്റ്റിന് നേരിട്ട് മരുന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നു, മെഡിക്കേഷൻ ഇറവ് കുറയ്ക്കാൻ സാധിക്കുന്നു, ഫാർമസിസ്റ്റും ഡോക്ടറും തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂട്ടാൻ സാധിക്കുന്നു. ആൻഡ് ഓൾസോ അവിടെ മാൻ പവർ കുറവായിരിക്കും. ഓക്കെ. റെഡ്യൂസ്ഡ് മാൻ പവർ ഈസ് റിക്വയർഡ്. ഒരാള് തന്നെയാണ് മരുന്ന് എടുക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും ചെയ്യുന്നത്. ദെൻ ഇൻവെന്ററിന് അതൊരു ക്ലോസ് കൺട്രോൾ വരികയും ചെയ്യും. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്താ? ഫാർമസിസ്റ്റ് ഇല്ലെങ്കിൽ ഡിസ്പെൻസിങ് നടക്കത്തില്ല. ബിഗ് ഹോസ്പിറ്റൽസിലും നടക്കുന്ന പരിപാടിയേ അല്ല. കോസ്റ്റ് ഓഫ് ദ മെഡിസിനും കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം കുറച്ച് എമൗണ്ട് ഓഫ് മെഡിസിൻ അല്ലേ ആ ഫാർമസിക്കാർ എടുത്ത് വെക്കുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് ഈസ് കംപ്ലീറ്റ് ഫ്ലോർ സ്റ്റോക്ക്. ഈ കംപ്ലീറ്റ് ഫ്ലോർ സ്റ്റോക്കിന്റെ അകത്താണ് ചാർജും നോൺ ചാർജ് ഫ്ലോർ സ്റ്റോക്കും ഒക്കെ വരുന്നത്. ഓക്കെ. സോ അപ്പം ഈ കംപ്ലീറ്റ് ഫ്ലോർ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഫാർമസിസ്റ്റും നേഴ്സും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഓക്കെ. സോ അണ്ടർ ദ സിസ്റ്റം pharmacist and nurse are involved. Okay. For drug distribution, charge flow stock, non-charge flow stock. Charge flow stock എന്താണ്? They can be defined as those medications which are stored at the nursing station all the time and are charged to the patient account after their administration. ചാർജ് ഫ്ലോ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സ് അഡ്മിനിസ്ട്രേഷന് ശേഷം മാത്രമേ അയാൾക്ക് ആ മരുന്നിന്റെ ചാർജ് എടുക്കുകയുള്ളൂ. സോ ചാർജ് ഫ്ലോ സ്റ്റോക്ക് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദോസ് മെഡിക്കേഷൻസ് വിച്ച് ആർ സ്റ്റോർഡ് അറ്റ് ദ നഴ്സിംഗ് സ്റ്റേഷൻ. ഓക്കെ. നഴ്സിംഗ് സ്റ്റേഷന്റെ സർവ്വനേരവും സ്റ്റോക്ക് ചെയ്യുന്ന മരുന്നാണ് ചാർജ് ഫ്ലോ സ്റ്റോക്ക്. അപ്പൊ ആ ഫ്ലോറിൽ ചാർജ് ഉള്ള ആളുടെ കയ്യിലുള്ള മരുന്ന്, അതാണ് ചാർജ് ഫ്ലോ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ചാർജ്ഡ് ഡ്രഗ്സ് പേഷ്യന്റ് കൊടുത്തതിന് ശേഷം മാത്രമേ നേഴ്സ് അത് എന്ത് ചെയ്യുള്ളൂ? അക്കൗണ്ടിലേക്ക് പതിപ്പിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് the medicine is charged the patient due to high cost, quantity used, frequency. 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നല്ല വിലയുള്ള മരുന്നാണ്, നല്ല ക്വാണ്ടിറ്റി ആവശ്യമാണ്, അതേപോലെ മരുന്നിന്റെ ഫ്രീക്വൻസി മുടങ്ങാൻ പാടില്ല. അപ്പം ഇഞ്ചക്ഷൻസ് ഉണ്ടാക്കാം, ഇൻഫ്യൂഷൻസ് ഉണ്ടാകാം. അപ്പം ഒരുപാട് കാറ്റഗറി ഓഫ് മരുന്ന് അതിന്റെ അകത്ത് വരുന്നുണ്ട്. ഇപ്പൊ ആന്റിബയോട്ടിക് പേഷ്യന്റിന്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ മരുന്ന് കൊടുക്കും, ദെൻ നമ്മൾ അവരുടെ അവസാനം ബില്ല് അടച്ചാൽ മതി എന്ന് പറയും. ദാറ്റ് ഈസ് പെൻസിലിൻ ജി, പൊട്ടാസ്യം, ദെൻ procaine penicillin, then streptomycin, diphenhydramine and thalazine, drug hydrocortisone, sorbitrate, reserpine, അറ്റനലോള്, ഡിപ്രസന്റ്, വാസോ കൺസ്ട്രിക്ടർ ഒക്കെ. അപ്പൊ ഇത്തരം സാധനങ്ങൾ എന്താ ചെയ്യുന്നത്? ആന്റി കോവാഗുലന്റ്, ആന്റി എപ്പിലെപ്റ്റിക്, മിസലേനിയസ്, ലൈഫ് സേവിങ് ആണ്. അതേപോലെ തന്നെ അവരുടെ ഫ്രീക്വൻസി മുടക്കാനൊന്നും നമുക്ക് സാധ്യമല്ല. അതിനെയാണ് നമ്മൾ ചാർജ് ഫ്ലോ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്.
സോ ചാർജ് ഫ്ലോ സ്റ്റോക്കിന്റെ അകത്ത് എൻവലപ്പ് മെത്തേഡ് ഉണ്ട്. ആ എൻവലപ്പ് മെത്തേഡിനകത്ത് എന്താ ചെയ്യുന്നത്, ഓരോ പേഷ്യന്റിന്റെ പേരും വാർഡ് നമ്പറും ഒക്കെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഡ്രഗ് നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് കൊടുക്കും. അവിടെ വിത്ത് ചാർജ് ടിക്കറ്റ്. അപ്പം അവിടെ ഫാർമസിസ്റ്റ് നേരത്തെ പ്രീ ലേബിൾഡ് ആയിട്ടുള്ള എൻവലപ്പുകളായിരിക്കും അവിടെ ഡിസ്പെൻസ് ചെയ്യുന്നത്. ഇത് നഴ്സിംഗ് വാർഡിലേക്ക് പോകുന്നു. അഡ്മിനിസ്ട്രേഷന് സമയം നേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ പേരും റൂം നമ്പറും ആ എൻവലപ്പിൽ എഴുതിയിട്ട് അത് അവരുടെ ഔട്ട് ബാസ്കറ്റിലേക്ക് ഇടുന്നു. സോ പിന്നീട് ഫാർമസിയിലേക്ക് തിരിച്ചയക്കുന്നു. അതിന്റെ പ്രൈസും ഒക്കെ അക്കൗണ്ടിങ് ഓഫീസിലേക്ക് പോകുന്നു. മനസ്സിലായോ? ചാർജ് ഫ്ലോ സ്റ്റോക്ക് ഇത്രയേ ഉള്ളൂ. നേഴ്സ് മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ചാർജ് ഇടുന്നത്. കാരണം അതിന്റെ പേരുകൾ ചേർന്ന് തെറ്റാൻ പാടില്ല. അപ്പം ഒരു എൻവലപ്പിലാക്കിയായിരിക്കും ഫാർമസിയിൽ നിന്ന് മരുന്ന് കൊടുക്കുന്നത്. നേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ എൻവലപ്പിൽ റൂം നമ്പറും പേരും ഒക്കെ എഴുതി തിരിച്ചയക്കും. ഇതാണ് ചാർജ് ഫ്ലോ സ്റ്റോക്ക്. അടുത്ത നോൺ ചാർജ് ഫ്ലോ സ്റ്റോക്ക്. അപ്പൊ ഇതെന്ന് പറയുന്നത് these are drugs which are kept at the nursing station for the use of all patients in the ward. ചാർജിനകത്ത് ഒരാൾക്ക് വേണ്ടുന്ന മരുന്നാണ് കൊടുക്കുന്നത്. ഇനി നോൺ ചാർജ് ഫ്ലോ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ പേഷ്യൻസിന്റെയും മരുന്ന് ഒരുമിച്ചായിരിക്കും വെക്കുന്നത്. കോസ്റ്റ് ഓഫ് ദ മെഡിസിൻ ഈസ് നോട്ട് ഡയറക്ട്ലി ആഡഡ് ടു ദ പേഷ്യൻസ് ബില്ല്. പക്ഷെ അത് ഹോസ്പിറ്റൽ റൂം എക്സ്പെൻസ് കൂട്ടുമ്പോൾ മെഡിസിൻ കോസ്റ്റ് ആയിട്ട് അത് കൂട്ടും. മനസ്സിലായോ? ചാർജ് ഫ്ലോ സ്റ്റോക്കും നോൺ ചാർജ് ഫ്ലോ സ്റ്റോക്കിന്റെ വ്യത്യാസം മനസ്സിലായോ? നോൺ ചാർജ് ഫ്ലോ സ്റ്റോക്കിന്റെ അകത്ത് എന്താണ് സംഭവിക്കുന്നത്, ഒരാൾക്കായിട്ടല്ല, മൊത്തത്തിലുള്ള പേഷ്യൻസിന്റെ എൻവലപ്പ് അല്ലെങ്കിൽ ബാസ്കറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ നേഴ്സ് ഇത് അഡ്മിനിസ്റ്റർ ചെയ്യും, പക്ഷെ അതിന് ബില്ല് കൊടുക്കില്ല. റൂമിന്റെ ബില്ല് കൊടുക്കും, അതിന്റെ കൂടെ നമ്മളിത് കൊടുത്താൽ മതി. The stock of the drug is maintained by considering the following factors. ഒന്ന്, category, frequency, quantity, cost, inventory and budget of the hospital. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സ്റ്റോക്ക് ഓഫ് സച്ച് ഡ്രഗ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാറ്റഗറി, ഫ്രീക്വൻസി, ക്വാണ്ടിറ്റി, കോസ്റ്റ് ഓഫ് ദ ഡ്രഗ്, നമ്മുടെ ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് നോൺ ചാർജ്. ഇപ്പം ചാർജ് ഫ്ലോ സ്റ്റോക്കിനകത്ത് എൻവലപ്പ് മെത്തേഡ് മാത്രമേ ഉള്ളേ. ഓക്കെ, ഈ നോൺ ചാർജിനകത്ത് ഏറ്റവും ആദ്യം വരുന്ന ഡ്രൈ ബാസ്കറ്റ് മെത്തേഡാ. അപ്പൊ ഇത് ദേ ആർ യൂസ്ഡ് ഇൻ എവറി കോമൺലി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. നൈറ്റ് ഡ്യൂട്ടിയിലുള്ള നേഴ്സ് എന്ത് ചെയ്യും, അവരുടെ അവിടെയുള്ള ആ ഒരു ഡ്രഗ് സ്റ്റോക്കിന് ക്രോസ് ചെക്ക് ചെയ്യും. എന്നിട്ട് ഒരു മാസ്റ്റർ ലിസ്റ്റ് ഫാർമസിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഈ മാസ്റ്റർ ലിസ്റ്റുമായിട്ട് എന്ത് ചെയ്യും, നേഴ്സ് ക്രോസ് ചെക്ക് ചെയ്യും. എന്നിട്ട് ഇല്ലാത്തതിന്റെ നേരെ നേഴ്സ് ഒരു ക്രോസ് മാർക്ക് ഇടും, ഉള്ളതിന്റെ നേരെ ഒരു ടിക്ക് മാർക്ക് ഇടും. സോ ഈ റിക്വസിഷൻ ഫോർ ഫ്ലോർ സ്റ്റോക്ക് സപ്ലൈ. Duty nurse put the empty bottles and containers along with the requisition slip in the basket. Okay, so ഇപ്പൊ എന്താ സംഭവിക്കുക, ഈ ബാസ്കറ്റ് ഫാർമസിയിലേക്ക് കൊടുക്കുമ്പോ ഫാർമസിയിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഡ്രഗ് ബാസ്കറ്റ് നോക്കുമ്പോ മനസ്സിലാകും എന്തൊക്കെയാണ് അവിടെ ഇല്ലാത്തതെന്ന്. ഇല്ലാത്ത സാധനങ്ങൾ ആ സ്ലിപ്പ് അക്കോർഡിംഗ്ലി അതെന്ത് ചെയ്യുന്നു, നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ഫൈനലി ഈ ബാസ്കറ്റ് ആ ഫ്ലോറിലേക്ക് ഡെലിവറി ചെയ്യുന്നു. അതിനെയാണ് ഡ്രഗ് ബാസ്കറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് എന്താണ് ഡ്രഗ് ബാസ്കറ്റ് മെത്തേഡ്? നൈറ്റ് ഡ്യൂട്ടിയിലുള്ള നേഴ്സ് പരിശോധിക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള നോൺ ചാർജ് ഫ്ലോ സ്റ്റോക്കിന്റെ അകത്ത് ഫാർമസി തന്നിട്ടുള്ള മാസ്റ്റർ ലിസ്റ്റിന്റെ അകത്തുനിന്ന് എണ്ണം കുറവുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഇല്ലാത്തതിന്റെ നേരെ ഇൻഡു എന്നും ഉള്ളതിന്റെ നേരെ ടിക്ക് എന്നും MG കണ്ടെയ്നേഴ്സും കൂടെ ചേർത്ത് ഫാർമസിയിലേക്ക് കൊടുക്കുന്നു. അവിടെ അത് റീഫിൽ ചെയ്ത് കണ്ടുവേണം തിരിച്ചു വരിക. ഓക്കെ, then next is mobile dispensing unit. Drug basket എന്നുള്ള ബാസ്കറ്റ് മാത്രമേ പോകുന്നുള്ളൂ. മൊബൈൽ ഡിസ്പെൻസിങ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ട് ഒരു കബോർഡ് പോലെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ടീച്ചർമാർ ഫുഡ് കൊണ്ടുവരില്ലേ, സെയിം ടൈപ്പ് ഓഫ് ട്രോളിയാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ അകത്ത് എല്ലാ ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ നൈറ്റ് ഡ്യൂട്ടിയിലുള്ള നേഴ്സ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫാർമസിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ഡ്രഗ് ക്യാബിനറ്റുമായിട്ട് വരുന്നു. ആ MG ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഫില്ല് ചെയ്യുന്നു. Then the carbon copy of the requisition for floor stock supplies is left at the nursing station as a record of delivery. അപ്പൊ അവിടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ ലിസ്റ്റിനെ, ആ റിക്വസിഷനെ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ കാർബൺ കോപ്പി നമ്മൾ തിരിച്ച് അവിടെ തന്നെ നമ്മളിത് ഡെലിവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് രേഖയായിട്ട് അവിടെ വെക്കും. സോ അപ്പൊ ഈ ഒരു
സംഭവത്തിലൂടെ ഫാർമസിസ്റ്റ് നഴ്സിംഗ് വാർഡുകളിൽ എത്തുകയും അവിടെ ഫാർമസിസ്റ്റും നേഴ്സും തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് ഫ്ലോർ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എസ്പെഷ്യലി റിക്വയർഡ് ആയ ഡ്രഗ്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും ആൻഡ് മിനിമൈസ് ദ റിട്ടേൺ ഓഫ് മെഡിസിൻ ടു ദ ഫാർമസി. ഇതാണ് കംപ്ലീറ്റ് ഫ്ലോർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ഫ്ലോർ ഫാർമസിസ്റ്റും ഇൻവോൾവ് ആണ്, നേഴ്സും ഇൻവോൾവ് ആണ്. ചാർജ് ഫ്ലോർ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സ് അവരുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഓരോ പേഷ്യന്റിന്റെയും മെഡിസിൻ ഫാർമസിയിൽ കൊടുക്കുന്നത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, അത് രേഖപ്പെടുത്തുന്നു. എന്തെല്ലാം മെത്തേഡ് അവിടെ യൂസ് ചെയ്യുന്നത്. നോൺ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡ്രഗ് ബാസ്കറ്റും ഉണ്ടാവും, ഡ്രഗ് മൊബൈൽ ഡിസ്പെൻസിംഗും ഉണ്ടാവും. അപ്പൊ അവരെന്താ ചെയ്യണേ, അവരുടെ കയ്യിലുള്ള ആ ഒരു ബാസ്കറ്റിലുള്ള സാധനങ്ങളെല്ലാം അവര് നോക്കുന്നു, ക്രോസ് ചെക്ക് ചെയ്യുന്നു. നൈറ്റ് ഡ്യൂട്ടിലെ ഡ്രഗ് ബാസ്കറ്റ് ഫില്ലിന് മൊബൈൽ ഡിസ്പെൻസിംഗ് ആകുമ്പോൾ ഫാർമസിസ്റ്റ് നേരിൽ ചെന്നിട്ട് ഫില്ല് ചെയ്തിട്ട് തിരിച്ചു പോകണം. നെക്സ്റ്റ്, പേഷ്യന്റ് പ്രിസ്ക്രിപ്ഷൻ ഓർഡർ കുറയ്ക്കാനും ഫാർമസി സ്റ്റാഫിന്റെ എല്ലാവും നമുക്ക് ഒരു മിനിറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ. സോ അപ്പൊ ഡിസഡ്വാൻറ്റേജ് എന്താണ് ഈ കംപ്ലീറ്റ് ഫ്ലോർ സ്റ്റോക്കിന്റെ? അവിടെ മെഡിക്കേഷൻ അറവ് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ, പിന്നെയും മെഡിക്കേഷൻ ഓർഡർ നമ്മൾ കാണുന്നില്ലല്ലോ. അതായത് നേഴ്സും ഫാർമസിസ്റ്റും ലിസ്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഫിസിഷ്യൻ എഴുതിയ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഓർഡറുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് കുറയുകയാണ് ചെയ്ത്. പിന്നെ ഡ്രഗ് ഇൻവെന്ററി നമുക്ക് കൂടുതലായിട്ട് വേണ്ടി വരുന്നു. ഡ്രഗ് ഡിറ്റീരിയോറേഷൻ സംഭവിക്കുവാനുള്ള സാധ്യത, കാരണം നഴ്സിംഗ് സ്റ്റേഷനിൽ കൊണ്ട് വെച്ചിരിക്കുമല്ലേ, ആവശ്യം എത്രത്തോളം വരുമെന്ന് അറിയില്ലല്ലോ, വേസ്റ്റേജും ആവശ്യമുണ്ട്. ദെൻ കോമ്പിനേഷൻ ഓഫ് 1 and 2. അപ്പം ഈ കംപ്ലീറ്റ് ഫ്ലോർ സ്റ്റോക്കിന്റെയും ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡറിന്റെയും ഒരു കോമ്പിനേഷൻ, അതും നമ്മൾ മിക്കവാറും ഉപയോഗിക്കാറുണ്ട് അല്ലെ. സോ കോമ്പിനേഷൻ സിസ്റ്റം ഈസ് പ്രോബബ്ലി യൂസ്ഡ് ഇൻ hospitals, most used in hospitals. അതായത് individual prescription order, floor stock system നമ്മൾ അവിടെ ഉപയോഗിക്കും. നെക്സ്റ്റ്, യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിംഗ്. യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, യൂണിറ്റ് ഡോസ് മെഡിക്കേഷൻസ് ആർ ദോസ് വിച്ച് ആർ ഓർഡർ, പാക്ഡ്, ഹാൻഡിൽഡ്, അഡ്മിനിസ്റ്റർഡ് ഇൻ സിംഗിൾ ആൻഡ് മൾട്ടിപ്പിൾ യൂണിറ്റ് കണ്ടെയ്നിങ് പ്രീഡിറ്റർമൈൻഡ് എമൗണ്ട് ഓഫ് ഡ്രഗ്. അതായത് നേരത്തെ തീരുമാനിച്ച പ്രകാരം ഒരാൾക്ക് ഇത്ര എന്ന രീതിയിലുണ്ട്, അതാണ് യൂണിറ്റ് ഡോസ് മെഡിക്കേഷൻസ്. ഓക്കെ, സോ ഓർഡർ ചെയ്യുന്നതും പാക്ക് ചെയ്യുന്നതും ഹാൻഡിൽ ചെയ്യുന്നതും അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും ഒന്നെങ്കിൽ സിംഗിൾ ആയിട്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ യൂണിറ്റ് ആയിട്ട് കണ്ടെയ്നിങ് പ്രീ ഡിറ്റർമൈൻഡ് എമൗണ്ട് ഓഫ് ഡ്രഗ്. സോ ഈ ഒരു സിസ്റ്റത്തില് a bulk is repacked in a single dose quantity in an individual pack. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തില് നമ്മുടെ ബൾക്ക് ഉണ്ടല്ലോ, the bulk is repacked in a single dose quantity in an individual. ഒരു ഇൻഡിവിജ്വൽ പാക്കില് ഒരാൾക്ക് വേണ്ടുന്ന സാധനമായിരിക്കും നമ്മൾ പാക്ക് ചെയ്യുന്നത്. സോ അവിടെ രണ്ട് പ്രധാനപ്പെട്ടുള്ള
ക്ലാസിഫിക്കേഷൻ രണ്ട് രീതിയിൽ ചെയ്യാം. അവിടെ ഫാർമസിസ്റ്റിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ അവിടെ ആവശ്യമുണ്ട്. ഒന്ന് സെൻട്രലൈസ്ഡ് യൂണിറ്റ് ഡോസ്, രണ്ട് ഡീസെൻട്രലൈസ്ഡ് യൂണിറ്റ് ഡോസ്. സോ യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിംഗിന്റെ അകത്ത് സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും വരുന്നുണ്ട്. സെൻട്രലൈസ്ഡിന്റെ പ്രത്യേകത എന്താ? ടോട്ടൽ മെഡിസിൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ സെൻട്രൽ ഏരിയ. ആ സെൻട്രൽ ഏരിയ ഓഫ് ദ ഫാർമസിയിൽ നിന്നാണ് പേഷ്യന്റിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? മരുന്ന് കൊടുക്കുന്നത്. ഓക്കെ, സോ പേഷ്യന്റ് ത്രൂ medication cart dump waiters against the physician medication order and it is received through the pharmacy. This centralized central pharmacy നിന്നായിരിക്കും കിട്ടുന്നത്. ഇനി ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഇപ്പം ഒരു 6 നിലയുള്ള ഫാർമസി ആണെങ്കിൽ അവിടെ സാറ്റലൈറ്റ് ഫാർമസീസ് ഉണ്ടാകും. ഓക്കെ, അപ്പം ആ സെൻട്രൽ ഫാർമസിയിൽ നിന്ന് ഓരോ നിലയിലുള്ള ഫാർമസികളിലേക്കും അവിടെ റിക്വയർഡ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി ഏതാണോ, അവിടെ കൂടുതലായിട്ട് പോകുന്ന മരുന്നുകൾ ഏതാണോ അതനുസരിച്ച് അങ്ങോട്ടേക്ക് മരുന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ദിസ് സിസ്റ്റം ഈസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽസ് വിത്ത് സെപ്പറേറ്റ് ബിൽഡിംഗ് ബൈ ഫോളോഡ് ബൈ സാറ്റലൈറ്റ് ഫാർമസി സിറ്റുവേറ്റഡ് ഓൺ ഈച്ച് ഫ്ലോർ ഓഫ് ദ ബിൽഡിംഗ്. സോ അത്തരം ആക്ടിവിറ്റീസിനെയാണ് സാറ്റലൈറ്റ് ഫാർമസീസ് എന്ന് വിളിക്കുന്നത്. സോ ആ സമയത്ത് നമ്മൾ മെഡിക്കേഷൻ കാർട്ടിലൂടെ ഓരോ ഫാർമസിയിലേക്കുമായിരിക്കും മരുന്ന് കൊടുക്കുന്നത്. സോ ബെറ്റർ സ്റ്റെബിലിറ്റി, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഓർഡർ അവോയ്ഡ് ചെയ്യാൻ പറ്റും, ലോസും ഡ്രഗ് വേസ്റ്റേജും തടയാൻ പറ്റും. ദെൻ പേഷ്യൻസിന് അവർക്ക് മേടിച്ച മരുന്നിന്റെ ചാർജ് മാത്രമേ കൊടുക്കേണ്ട വരുള്ളൂ. നഴ്സിന്റെ സമയം ലാഭിക്കാം. ആൻഡ് ഫാർമസിസ്റ്റ് റിവ്യൂ ദ മെഡിക്കേഷൻ ഓർഡർ കോപ്പി ആൻഡ് മെഡിക്കേഷൻ എറർ കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ കണ്ടാമിനേഷനും ലേബലിംഗ് മിസ്റ്റേക്കും ഒന്നും ഉണ്ടാവില്ല ഡീസെൻട്രലൈസ്ഡിന്റെ കേസിൽ. ദെൻ ടൈം കൺസ്യൂമിംഗ് ആണ് ഒരു പ്രോബ്ലം ആണ്. ഓരോ അടുത്തും എന്താ പറയാ ഫാർമസിയിൽ പുതിയ പുതിയ സ്റ്റാഫ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സോ ഇതാണ് ഡീസെൻട്രലൈസ്ഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദെൻ ഒരുപാട് സ്റ്റാഫിന്റെ ആവശ്യമുണ്ട്. ദെൻ വി നീഡ് എക്സ്ട്രാ സ്പേസ് ആൻഡ് ഫെസിലിറ്റീസ്. ഓക്കെ, എക്സ്ട്രാ സ്പേസും ഫെസിലിറ്റീസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു പ്രോസസ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈ സാറ്റലൈറ്റ് ഫാർമസി. അപ്പൊ ഞാൻ പറഞ്ഞു സാറ്റലൈറ്റ് ഫാർമസിയുടെ പ്രത്യേകത എന്താ? വലിയ വലിയ ഹോസ്പിറ്റൽസ് ആണല്ലേ സാറ്റലൈറ്റ് ഫാർമസി ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓരോ നിലയിലും ഫാർമസികൾ ഉണ്ടെങ്കിലല്ലേ ഈ സാറ്റലൈറ്റ് ഫാർമസി കൊണ്ട് നമുക്ക് ഉപയോഗം ഉണ്ടാവുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് സാറ്റലൈറ്റ് ഫാർമസി. സോ മൾട്ടി സ്റ്റോറിയുടെ സെപ്പറേറ്റ് ബിൽഡിംഗ് ഉള്ളിടത്തായിരിക്കും അവിടെ ഓരോ വാർഡിലേക്കും മെഡിസിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എല്ലാ നേരവും മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ അവരെന്താ ചെയ്യണത്? ആ പർട്ടിക്കുലർ സാറ്റലൈറ്റ് ഫാർമസിയിലേക്കായിരിക്കും എന്ത് കൊടുക്കുക? നമ്മുടെ മെഡിസിൻസ് കൊടുക്കുക. ദെൻ അഡ്വാൻറ്റേജസ്: എഫിഷ്യന്റ്ലി ഡ്രഗ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ട്. ഡ്രഗ്സിനെ എഫിഷ്യന്റ് ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ദെൻ ടൈം ഓഫ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ എഫിഷ്യന്റ്ലി ഡ്രഗ്സ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ്. The time of drug distribution can be reduced. Error in drug distribution നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയാണ് സാറ്റലൈറ്റ് ഫാർമസിയുടെ ഉപയോഗങ്ങൾ. ദെൻ പ്രീ പാക്കിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ. പ്രീ പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പം സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് ഹോസ്പിറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രീ പാക്കിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ഒരുപാട് സമയം അവിടെ ലാഭിക്കാം. സുപ്രിയക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ ഒരു 4th ഡയാലിസിസ് യൂണിറ്റ് ഉള്ള ഫ്ലോർ ഏതായിരുന്നു? 3rd ആയിരുന്നു തോന്നുന്നു അല്ലെ? അപ്പം 3rd ഫ്ലോറിലൊക്കെ ഡയാലിസിസ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യും? നേരത്തെ തന്നെ ഡയാലിസിസ് കിറ്റുകൾ പ്രിപ്പയർ ചെയ്ത് വെക്കും. സോ സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ ഫാർമസിസ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് പ്രീ പാക്കിംഗ്. അപ്പൊ പേഷ്യന്റ് വരുമ്പോ അവർക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി പ്രീ പാക്ക് ചെയ്ത ഡ്രഗ് അങ്ങ് എടുത്ത് കൊടുത്താൽ മാത്രം മതി. സോ ഈ യൂറോപ്യൻ കൺട്രീസ്, UK, അവിടെയൊക്കെ വാർഡ് ഫാർമസി എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ പുതിയൊരു കൺസെപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ഡ്രഗുകളൊക്കെ എന്ത് ചെയ്യും? അവരെ പാക്ക് ചെയ്യും, എന്നിട്ട് നമ്മുടെ വാർഡിൽ നോക്കിയിട്ട് യൂസ് ചെയ്യും. സോ യൂറോപ്യൻ കൺട്രീസ്, UK, അപ്പം വാർഡ് ഫാർമസീസ് എന്ന് പറയുന്നത് റാപ്പിഡ്ലി ഒരു നർച്ചറിങ് കൺസെപ്റ്റ് ആണ്. ഇന്ത്യയിൽ പക്ഷെ അത്രത്തോളം അത് പുരോഗമിച്ചിട്ടില്ല. ഇപ്പൊ ആസ്പിരിൻ, ബോറിക് ആസിഡ് ഒക്കെ റാപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ അത്ര സുപരിചിതമല്ല.
So many large hospitals understood the economical aspect, large scale, free scale ഉണ്ട്. So separate യൂണിറ്റ് ആയിട്ട് നടത്തുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ല. Then another ഒരു കൺസെപ്റ്റ് ആണ് PTC. നമുക്ക് അതും നോക്കണം കേട്ടോ. PTC കൂടെ നമുക്ക് നോക്കണം. Then പ്രീ-പാക്കിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ഓവറോൾ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, ടൈം കുറയ്ക്കാൻ പറ്റും, ആക്യുറസിയും അക്കൗണ്ടബിലിറ്റിയും നോക്കാൻ പറ്റും. ഇൻവെന്ററി കുറയ്ക്കാൻ, ഇൻവെന്ററി ആവശ്യം കൂടുതൽ വേണം അല്ലെ, മാൻ പവർ വേണം, എക്യുപ്മെന്റ്സ് കോസ്റ്റ്ലി ആണ്. ബെഡ് സൈഡ് ഫാർമസി എന്താ, USA-ലും UK-ലും ഒക്കെ ഒരു റെസ്പോൺസിബിൾ ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടിയിൽ വരുന്ന കാര്യമാണ് പേഷ്യന്റിന്റെ ബെഡ് സൈഡിൽ തന്നെ അയാൾക്ക് വേണ്ടുന്ന എല്ലാ മെഡിസിൻസും ഉണ്ടായിരിക്കണം. ആൻഡ് 1972 നോയൽ ഹാൾ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ UK-ല് ഒരു സർവേ നടത്തി. ആ സർവേയുടെ ഫലം ഇങ്ങനെയാണ്, ഓരോ പബ്ലിക് ഹെൽത്തിൽ അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ബെഡ് സൈഡ് സർവീസ് വളരെയധികം നീഡഡ് ആണ്. ഓക്കെ, സോ മെഡിക്കേഷൻ അറ്റ് ബെഡ് സൈഡ് എന്തൊക്കെയാണ്? നൈട്രോഗ്ലിസറിൻ പോലെയുള്ള ഡ്രഗുകൾ ആ ഫിസിഷ്യന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഓർഡർ പ്രകാരം പേഷ്യന്റ് ടേബിളിന്റെ അടുത്ത് തന്നെ വെക്കുക. പക്ഷെ ഒരു 10 എണ്ണത്തിൽ കൂടുതൽ വെക്കാൻ പാടില്ല, ഒരു സ്ട്രിപ്പിന് കൂടുതൽ നമ്മൾ അവിടെ വെക്കാൻ പാടില്ല. സോ മെഡിസിൻസ് ആ പേഷ്യന്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന മെഡിസിനും നമ്മൾ അവിടെ വെക്കാനായിട്ട് പാടില്ല. ഇനി ഫാർമസി ബെഡ് സൈഡിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ട്? ഓരോ ദിവസവും വാർഡിൽ വരിക, ബെഡ് സൈഡിൽ വരിക, എത്ര ഡ്രഗ് ബാക്കിയുണ്ട് എന്ന് നോക്കുക, പേഷ്യന്റിന്റെ ടെൻഷനൊക്കെ കുറയ്ക്കാനായിട്ട് അവരെ കൗൺസിൽ ചെയ്യുക, അസുഖം എന്താണ്, ഡിസീസ് എന്താണ്, ട്രീറ്റ്മെന്റ് എന്താണെന്ന് കൗൺസിൽ ചെയ്യുക, ഫിസിഷ്യനുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, ഡോസേജ് ഫോമൊക്കെ ഇന്നത് മതിയോ എന്നൊക്കെ ഉള്ള കോൺവെർസേഷൻ നടത്തുക. Then detailing, educate the patient, our relatives about the epidemics, family planning, HIV, leprosy, AIDS, SCARS പോലെ. Then CSSD എന്താ, സെൻട്രൽ സ്റ്റെറൈൽ സർവീസ്. അവരുടെ ജോലി എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടുന്ന നോൺ സ്റ്റെറൈൽ മെറ്റീരിയൽ, സ്റ്റെറൈൽ മെറ്റീരിയൽ രണ്ടും കൊടുക്കേണ്ട ജോലി സെൻട്രൽ സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ CSS എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റാ. സോ ഇത് ഫാർമസിയുടെ അടുത്ത് തന്നെ വരും, ഫാർമസിയുടെ ഡ്യൂട്ടിയിൽ തന്നെ വരുന്ന കാര്യമാണ്. സോ അവിടെ നഴ്സിംഗ് ടൈം നമുക്ക് സേവ് ചെയ്യാനും സ്റ്റെറിലൈസേഷനും അസെപ്റ്റിക് ടെക്നിക്കൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ വാർഡ് സ്റ്റെറിലൈസേഷൻ കുറയ്ക്കാൻ പറ്റും, ജനറൽ കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ് കുറയ്ക്കാം, നഴ്സിംഗിന്റെ ലോഡ് കുറയ്ക്കാം, ആൻഡ് ഓൾസോ സ്റ്റെറിലൈസേഷൻ പ്രോസസ് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ലൊക്കേഷൻ എന്താണ്? ഐഡിയലി ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് വെരി നിയർ ടു ദോസ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പം വേർ സപ്ലൈസ് ആർ മാക്സിമം ആൻഡ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്. അപ്പം ലൊക്കേഷൻ മിക്കവാറും നമ്മുടെ ICUവിന്റെ ഒക്കെ അടുത്തായിട്ടായിരിക്കും, അല്ലെങ്കിൽ തിയേറ്ററിന്റെ അടുത്തായിട്ടായിരിക്കും. ടിപ്പിക്കലി പ്ലാൻ പറഞ്ഞൊരു ഫ്ലോ സ്കീം പോലെ അവരുടെ ആക്ടിവിറ്റീസും വർക്കിംഗ് സ്റ്റേഷനും ഒക്കെ ഒരുമിച്ചായിരിക്കണം ഉണ്ടാവേണ്ടത്. സോ നമ്പർ ഓഫ് വർക്കിംഗ് സ്റ്റേഷൻ ലൈക്ക് ഗ്ലൗ പ്രോസസിംഗ്, ലിനൻ സ്റ്റെറിലൈസേഷൻ, ജനറൽ ക്ലീനപ്പ് ഏരിയാസ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുക. ജനറൽ സ്റ്റോറേജ്, അൺസ്റ്റെറൈൽ സ്റ്റോറേജ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, സോ ഇങ്ങനെ ചോദിക്കാറുണ്ട്, സ്റ്റെറൈലും നോൺ സ്റ്റെറൈൽ എക്യുപ്മെന്റ്സ് ഒരു ഹോസ്പിറ്റലിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് എന്താണ്, അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. Then a modern curriculum in pharmacy provide the exposure on bacteriology, principles of sterilization, accounting, management of the students. Okay, so pharmacist എന്ന് പറയുന്നത് ഒരു ക്വാളിഫൈഡ് പേഴ്സൺ ആണ് നഴ്സിനേക്കാളും. കാരണം സെൻട്രൽ സ്റ്റെറൈൽ യൂണിറ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും ചെയ്യാനും ഒക്കെ ഫാർമസിസ്റ്റിനായിരിക്കും നഴ്സിനേക്കാൾ കൂടുതൽ നോളജ് ഉള്ളത്. ഫാർമസിസ്റ്റ് കൺട്രോൾഡ് ആവുമ്പോൾ എന്താണ്, എല്ലാ ഓപ്പറേഷൻസും സെൻട്രൽ സ്റ്റെറൈൽ സർവീസിന് അവർ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഐഡിയൽ പേഴ്സൺ ടു ഹെഡ് ദ ഡിപ്പാർട്ട്മെന്റ് നഴ്സ് ആണെങ്കിലും മാക്സിമം ഐറ്റംസ് യൂസ്ഡ് ബൈ ദ നഴ്സസ് ഫോർ പേഷ്യന്റ് കെയർ. സോ ഒരു സീനിയർ നഴ്സും അവിടെ ഇൻചാർജ് ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഫാർമസി കൺട്രോൾഡ്, ഇൻചാർജ് എന്ന് പറയുന്നത് ഒരു സീനിയർ നഴ്സും ആയിരിക്കും. ഓക്കെ, ദെൻ ഡ്യുവൽ കൺട്രോൾഡ് ഉണ്ട്, അതായത് രണ്ടുപേരും ഫാർമസിസ്റ്റും നഴ്സും രണ്ടുപേരും പാക്കിങ്ങും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ചെയ്യുന്ന കേസും ഉണ്ട്. അവിടെ OT-ലേക്കുള്ള സപ്ലൈ റിക്വയർമെന്റ്, ക്ലീനിങ്, ഇതെല്ലാം രണ്ടുപേരും ഒരുമിച്ചായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡ്യൂട്ടീസ് ഓഫ് ഫാർമസിസ്റ്റ് ഇൻ CS എന്താ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഡിസ്പെൻസ് ചെയ്യുക, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കൊടുക്കുക, ചെറിയ ചെറിയ ലോട്ടുകളായിട്ട് കൊടുക്കുക, പർച്ചേസ് ചെയ്യുക, റിക്വയർ ആയിട്ടുള്ള സാധനങ്ങൾ, സെയിൽസ് പേഴ്സണുമായിട്ട് ഇന്ററാക്ഷൻ വരാതെ ശ്രദ്ധിക്കുക, മെഡിക്കൽ സ്റ്റാഫിന്റെ പ്രോബ്ലംസ് മീറ്റിംഗിലൂടെയും ഡിസ്കഷനിലൂടെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ടീച്ചിങ്,
ആൻഡ് lecturing to various group, സ്റ്റാൻഡർഡൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ബൾക്ക് മാനുഫാക്ചർ ചെയ്യുക, സ്റ്റെറൈൽ അല്ലെങ്കിൽ നോൺ സ്റ്റെറൈൽ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുക. ഇത്രയുമാണ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ അകത്ത് വരുന്നത്. ഓക്കെ, then procurement of stores and health accessories ഉണ്ട്. അത് നമ്മുടെ മറ്റേ ABC, BED, ഓപ്പൺ ടെൻഡർ അതൊക്കെ തന്നെയാണ്. അപ്പൊ അത് ഞാൻ നാളത്തെ ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.